ഞമനങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ പ്രശസ്ത കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണനുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ 2025 മുതൽ സംഘടിപ്പിച്ചു വരുന്ന ഭാവരസ ആക്ടിംഗ് വർക്ക്ഷോപ്പ് സീരീസിലെ 4ാം ചാപ്റ്റർ ആയിരുന്നു കോഫി വിത്ത് രാജേഷ് നാരായണൻ. കുനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ കോഫി വിത്ത് രാജേഷ് നാരായണൻ എന്ന പേരിൽ സംഘടിപ്പിച്ച സംവാദ പരിപാടിയുടെ ഉദ്ഘാടനം കുനമുച്ചി കലയുടെ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനുമായ TV ജോൺസൺ നിർവഹിച്ചു. മറ്റൊരു പ്രതീകം ഏറെക്കുറെ ഒരു വേറിട്ട കാഴ്ചയാണ്. 2-3 വർഷക്കാലായിരുന്നു അല്ലെ, ഏകദേശം 3 വർഷക്കാലായിരുന്നു വളരെ സജീവമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മ്യൂസിക് പ്രോഗ്രാമിൻ്റെയൊക്കെ ചുമതലയുള്ള മുഖ്യ സംഘാടകനായിരുന്നു രാജേഷ് നാരായണൻ. അവിടെ കിടന്ന് അവരോടൊപ്പം കിടന്ന് ഞമനങ്ങാട് തിയേറ്റർ ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനു ജോൺസൺ, സാഫിറ അസീസ്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബാബു നാസർ, പ്രമുഖ ലൈറ്റ് ഡിസൈനർ ഷൈമോൻ ചേലാട്, CCTV ഡയറക്ടർ KC ജോസ്, അഭിനേതാക്കളായ സുജ രാജേഷ് അമ്പലപ്പാട്ട്, രാകേഷ് ബാബു, ജോസ് പൂക്കൾ, തിയേറ്റർ വില്ലേജ് ഭാരവാഹികളായ പ്രദീപ് നാരായണൻ, സുനിൽ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സിനിമയിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ശരിയായ ഗൈഡൻസിനു വേണ്ടി സംഘടിപ്പിച്ച സംവാദത്തിൽ മലയാള സിനിമയിലെ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണൻ ചടങ്ങിൽ പങ്കെടുത്തവരുമായി സംവദിച്ചു. 2014 ഞാൻ CCTV ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ജോലി ചെയ്യുന്നത്. ആ സമയത്ത് ഒരു കാലം എൻ്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഒരുപക്ഷെ ആ ഒരു വൈകാരികത കൂടി പങ്കുവെച്ചുകൊണ്ട് പ്രദീപിനെ ഇതേപോലെ ഒരുപാട് വർഷങ്ങളുടെ പരിചയമുണ്ട്. എനിക്കറിയാം പ്രദീപ് എന്തെങ്കിലും ഒരു പരിപാടി പറയുമ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ പ്രദീപിനെ കാണുന്നത്. എല്ലാവരെയും കാണുന്നത് എനിക്ക് തോന്നുന്നു 4 വർഷങ്ങൾക്കോ അല്ലെങ്കിൽ 3 വർഷങ്ങൾക്ക് ശേഷമോ ഇടയ്ക്ക് വരുന്നത് തന്നെ. വാഴ 2, നുണക്കുഴി, ഒരു തെക്കൻ തല്ലുകേസ്, 18+ എന്നീ സിനിമകളുടെ കാസ്റ്റിംഗ് ഡയറക്ടറായ രാജേഷ് നാരായണൻ തന്റെ സിനിമാ അനുഭവങ്ങളും ചേർത്താണ് ക്ലാസ് നയിച്ചത്. രാജേഷ് നാരായണനെ തിയേറ്റർ വില്ലേജ് പ്രസിഡന്റ് രാജൻ പുഷ്പാഞ്ജലി പൊന്നാട ചാർത്തി ആദരിച്ചു. വാഴ 2വിന്റെ ഓഡിഷനിൽ പങ്കെടുത്ത സെറ അനുഭവങ്ങൾ പങ്കുവച്ചു. 2014 മുതൽ നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഇതിനകം 50ഓളം നാടകങ്ങൾ അരങ്ങിലെത്തിച്ചിട്ടുണ്ട്. അടുത്ത മാസം അരങ്ങിലെത്തിക്കുന്ന പാട്ടബാക്കി നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് രാജേഷ് നാരായണനും മറ്റ് അതിഥികളും സന്ദർശിച്ച് അഭിനേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു.